ഹായ് ഓൾ, CE308 ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ് 1 എന്ന പേപ്പറിലെ മൊഡ്യൂൾ 5 എന്നുള്ള അടുത്തൊരു ടോപ്പിക്കാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. എയർക്രാഫ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ്. Aircraft characteristics are of prime importance to the airport planner and designer. The following characteristics need to be studied. അപ്പോൾ എയർക്രാഫ്റ്റിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്നാണ് നമ്മളിന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് വൺ, type of propulsion. The size of aircraft, its circling radius, speed characteristics, weight carrying capacity, noise nuisance, etc. depend upon the type of propulsion of the aircraft. The performance characteristics of aircraft, which determine the basic runway length, also depend upon the type of propulsion. അപ്പോൾ ആദ്യത്തെ ഫാക്ടർ എന്ന് പറയുന്നത് ടൈപ്പ് ഓഫ് പ്രൊപ്പൽഷൻ ആണ്. ടൈപ്പ് ഓഫ് പ്രൊപ്പൽഷൻ അനുസരിച്ച് നമ്മുടെ എയർക്രാഫ്റ്റിൻ്റെ ഫീച്ചേഴ്സും വേരി ചെയ്തുകൊണ്ടിരിക്കും. അതായത് ഇപ്പോൾ എയർക്രാഫ്റ്റിൻ്റെ സൈസ്, അതുപോലെ സർക്ലിംഗ് റേഡിയസ്, സ്പീഡിൻ്റെ ഫീച്ചേഴ്സ്, അതുപോലെ വെയിറ്റ് ക്യാരിയിങ് കപ്പാസിറ്റി, നോയ്സ് എത്രയാണ് ഉണ്ടാകുന്നത്, ഇതൊക്കെ ടൈപ്പ് ഓഫ് പ്രൊപ്പൽഷൻ അനുസരിച്ച് വേരി ചെയ്യും. അതുപോലെ റൺവേയുടെ ലെങ്ത്ത്, അതുപോലെ പെർഫോമൻസ്, ഇതും ടൈപ്പ് ഓഫ് പ്രൊപ്പൽഷൻ അനുസരിച്ച് വേരി ചെയ്യുന്നതാണ്. ഇനി സെക്കൻഡ് ഫാക്ടറാണ് സൈസ് ഓഫ് എയർക്രാഫ്റ്റ്. ദി സൈസസ് ഓഫ് എയർക്രാഫ്റ്റ് ഇൻവോൾവ്സ് ഫോളോയിങ് ഇമ്പോർട്ടൻറ്റ് ഡയമെൻഷൻ. അപ്പോൾ ഒരു എയർക്രാഫ്റ്റിൻ്റെ സൈസ് എന്ന് പറയുമ്പോൾ അതിൽ എന്തിൻ്റെയൊക്കെ സൈസാണ് അതിൽ കൺസിഡർ ചെയ്യുക? വിങ് സ്പാൻ, അതുപോലെ ഫ്യൂസ്ലേജ് ലെങ്ത്, അതുപോലെ ഹൈറ്റ്, അതുപോലെ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ മെയിൻ ഗിയേഴ്സ്, അതുപോലെ ഗിയർ ട്രെഡ്, വീൽ ബേസ്, ടെയിൽ വിഡ്ത്ത്, ഇത്രയും കാര്യങ്ങൾ സൈസ് ഓഫ് എയർക്രാഫ്റ്റിൽ വരുന്ന പാർട്സാണ്. ഇനി ഇതിൽ ഫസ്റ്റ് വണ്ണാണ് നമ്മൾ പറഞ്ഞ വിങ് സ്പാൻ. വിങ് സ്പാൻ ഡിസൈഡ്സ് ദ വിഡ്ത്ത് ഓഫ് ടാക്സി വേ, സെപ്പറേഷൻ ക്ലിയറൻസ് ബിറ്റ്വീൻ ടു പാരലൽ ട്രാഫിക് വേസ്, സൈസ് ഓഫ് ഏപ്രൺസ് ആൻഡ് ഹാങ്കേഴ്സ്, വിഡ്ത്ത് ഓഫ് ഹാങ്കർ ഗേറ്റ്, എക്സെട്ര. അപ്പോൾ ഒരു എയർക്രാഫ്റ്റിൻ്റെ അല്ലെങ്കിൽ എയറോപ്ലെയിനിൻ്റെ വിങ് സ്പാൻ, രണ്ട് വിങ്ങിനിടയ്ക്കുള്ള ആ സ്പാൻ വെച്ചിട്ടാണ് നമ്മൾ ടാക്സി വേയുടെ വിഡ്ത്ത്, അതുപോലെ സെപ്പറേഷൻ ക്ലിയറൻസ്, അതുപോലെ സൈസ് ഓഫ് ഏപ്രൺസ്, ഹാങ്കേഴ്സ് ഒക്കെ ഡിസൈൻ ചെയ്യുന്നത്. ഓക്കെ, ദ ലെങ്ത് ഓഫ് എയർക്രാഫ്റ്റ് ഡിസൈഡ്സ് ദ വൈഡനിങ് ഓഫ് ടാക്സി വേസ്, കർവ്സ്, വിഡ്ത്ത് ഓഫ് എക്സിസ്റ്റ് ടാക്സി വേ, സൈസ് ഓഫ് ഏപ്രൺസ് ആൻഡ് ഹാങ്കേഴ്സ്, എക്സെട്ര. ഇപ്പോൾ ലെങ്ത് ഓഫ് എയർക്രാഫ്റ്റ് എന്ന് പറയുന്നത് എന്തിനെയൊക്കെ എഫക്റ്റ് ചെയ്യും? ടാക്സി വേയുടെ വൈഡനിങ്ങിനെ എഫക്റ്റ് ചെയ്യും, അതുപോലെ ടാക്സി വേയുടെ എക്സിറ്റിൻ്റെ അവിടെയുള്ള കർവ്സിൻ്റെ വിഡ്ത്തിനെ എഫക്റ്റ് ചെയ്യും, അതുപോലെ സൈസ് ഓഫ് ഏപ്രൺസിനെയും ഹാങ്കേഴ്സിനെയും എഫക്റ്റ് ചെയ്യും. ദി ഹൈറ്റ് ഓഫ് എയർക്രാഫ്റ്റ് ഓൾസോ ഡിസൈഡ്സ് ദി ഹൈറ്റ് ഓഫ് ഹാങ്കർ ഗേറ്റ് ആൻഡ് മിസലേനിയസ് ഇൻസ്റ്റലേഷൻസ് ഇൻസൈഡ് ദി ഹാങ്കർ. ഇനി ഹൈറ്റ് ഓഫ് എയർക്രാഫ്റ്റ് എന്തിനനുസരിച്ച് വേരി ചെയ്യും? ഹൈറ്റ് ഓഫ് എയർക്രാഫ്റ്റ് ഹൈറ്റ് ഓഫ് ഹാങ്കർ ഗേറ്റിനും അതുപോലെ മിസലേനിയസ് ഇൻസ്റ്റാളേഷൻസിനൊക്കെ അക്കോർഡിംഗ് ആയിട്ട് വേരി ചെയ്യും. ദ ഗിയർ ട്രെഡ് ആൻഡ് ദ വീൽ ബേസ് അഫക്റ്റ് ദ മിനിമം ടേണിംഗ് റേഡിയസ് ഓഫ് എയർക്രാഫ്റ്റ്. ഇനി ഗിയർ ട്രെഡും അതുപോലെ വീൽ ബേസും മിനിമം ടേണിംഗ് റേഡിയസിനെ അഫക്റ്റ് ചെയ്യും. അപ്പോൾ സെക്കൻഡ് എയർക്രാഫ്റ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത് സൈസ് ഓഫ് എയർക്രാഫ്റ്റ് ആണ്. സൈസ് ഓഫ് എയർക്രാഫ്റ്റ് ഏതൊക്കെ ഡയമെൻഷനെ ഡിപ്പെൻഡ് ചെയ്യും? വിങ് സ്പാൻ, ഫ്യൂസ്ലേജ് ലെങ്ത്, ഹൈറ്റ്, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ മെയിൻ ഗിയേഴ്സ് അല്ലെങ്കിൽ ഗിയർ ട്രെഡ്, വീൽ ബേസ് അല്ലെങ്കിൽ അതുപോലെ ടെയിൽ വിഡ്ത്ത്, ഇത്രയും കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്യും. ഇതിൽ വിങ് സ്പാൻ എന്ന് പറയുന്ന കാര്യം രണ്ട് വിങ്ങിനിടയ്ക്കുള്ള ലെങ്താണ്. അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് വിഡ്ത്ത് ഓഫ് ടാക്സി വേ, സെപ്പറേഷൻ ക്ലിയറൻസ്, അതുപോലെ സൈസ് ഓഫ് ഏപ്രൺസ് ആൻഡ് ഹാങ്കേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യും. ഇനി ഹൈറ്റ് ഓഫ് എയർക്രാഫ്റ്റ് എന്ന് പറയുന്നത് ഹാങ്കർ ഗേറ്റിനും അതുപോലെ ഹാങ്കറിലുള്ള മറ്റ് ഇൻസ്റ്റാളേഷൻസിനും അനുസരിച്ച് വേരി ചെയ്യും. ഗിയർ ട്രെഡ് എന്ന് പറയുന്നത് വീൽ ബേസിനെ അഫക്റ്റ് ചെയ്യും. ഗിയർ ട്രെഡും വീൽ ബേസും മിനിമം ടേണിംഗ് റേഡിയസിനെ അഫക്റ്റ് ചെയ്യും. ഇനി നമുക്ക് മൂന്നാമത്തെ ഫീച്ചർ എന്താണെന്ന് നോക്കാം. മിനിമം ടേണിംഗ് റേഡിയസ്. In order to decide the radius of taxiway, the position of aircraft in loading aprons and hangars, and to establish the path of movement of aircraft, it is very essential to study the geometry of turning movement of aircraft. അപ്പോൾ മിനിമം ടേണിംഗ് റേഡിയസ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്?
എയർക്രാഫ്റ്റ് ടേൺ ചെയ്യുന്ന ആ റേഡിയസിനെയാണ് നമ്മൾ മിനിമം ടേണിംഗ് റേഡിയസ് എന്ന് ഉദ്ദേശിക്കുന്നത്. അതെന്തുകൊണ്ടാണ് നമുക്ക് അറിയേണ്ടത്? കാരണം മിനിമം ടേണിംഗ് റേഡിയസ് ആണ് റേഡിയസ് ഓഫ് ടാക്സി വേ, അതുപോലെ പൊസിഷൻ ഓഫ് എയർക്രാഫ്റ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ മിനിമം ടേണിംഗ് റേഡിയസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഉള്ളത്. The distance of the further using tip from the entire of rotation represents the minimum turning radius. അപ്പോൾ മിനിമം ടേണിംഗ് റേഡിയസ് ഏതാണ്? സെൻറ്റർ മുതൽ ഫാർദർ വിങ് ടിപ്പ് വരെയുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ മിനിമം ടേണിംഗ് റേഡിയസ് എന്ന് പറയുന്നത്. അതായത് ഇങ്ങനെ ഒരു എയർക്രാഫ്റ്റ് ഉണ്ടെങ്കിൽ ഇതിൻ്റെ സെൻറ്റർ മുതൽ ഈ ഫാദർ വരെയുള്ള ഈ ടിപ്പ് വരെയുള്ള ഡിസ്റ്റൻസാണ് മിനിമം ടേണിംഗ് റേഡിയസ് എന്ന് പറയുന്നത്. വിങ്ങിൻ്റെ ടിപ്പ് വരെയുള്ള ഡിസ്റ്റൻസ്. ദ മാക്സിമം ആംഗിൾ ഓഫ് റൊട്ടേഷൻ ഈസ് 90 ഡിഗ്രി. അതായത് മാക്സിമം ആംഗിൾ ഓഫ് റൊട്ടേഷൻ അല്ലെങ്കിൽ ടേണിംഗ് റേഡിയസ് എന്ന് പറയുന്നത് 90 ഡിഗ്രി ആണ്. അടുത്തതാണ് മിനിമം സർക്ലിംഗ് റേഡിയസ്, ഫോർത്ത് വൺ. There is certain minimum radius with which the aircraft can turn in space. This radius depends upon the type of aircraft, air traffic volume and weather conditions. The radii recommended for different types of aircraft are as follows. അതായത് ഒരു എയർക്രാഫ്റ്റിന് അല്ലെങ്കിൽ എയറോപ്ലെയിനിന് സ്പേസിൽ വെച്ചിട്ട് ടേൺ ചെയ്യുന്നതിന് ഒരു ലിമിറ്റുണ്ട്. ഒരു ലിമിറ്റഡ് വാല്യൂ വരെ ഒരു എയർക്രാഫ്റ്റിന് ടേൺ ചെയ്യാൻ പറ്റത്തുള്ളൂ, ഒരു റേഡിയസ് വരെ. അതിനെയാണ് നമ്മൾ മിനിമം സർക്ലിംഗ് റേഡിയസ് എന്ന് പറയുന്നത്. ഈ റേഡിയസ് വാല്യൂ ഓരോ ടൈപ്പ് ഓഫ് എയർക്രാഫ്റ്റിനനുസരിച്ചും ഓരോ സ്ഥലത്തുള്ള എയർ ട്രാഫിക്കിൻ്റെ വോളിയം അനുസരിച്ചും വെതർ കണ്ടീഷൻ അനുസരിച്ചും ഒക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. ഇനി ഓരോ ടൈപ്പിനനുസരിച്ച് റേഡിയയെ റെക്കമെൻഡ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. സ്മോൾ ജനറൽ ഏവിയേഷൻ എയർക്രാഫ്റ്റ് ആണെങ്കിൽ 1.6 കിലോമീറ്റർ അല്ലെങ്കിൽ 1 മൈലാണ് മിനിമം സർക്ലിംഗ് റേഡിയസ്. ഇനി ബിഗ്ഗർ എയർക്രാഫ്റ്റ് ആണെങ്കിൽ ടു പിസ്റ്റൺ എൻജിൻ അല്ലെങ്കിൽ ബിഗ്ഗർ എയർക്രാഫ്റ്റ് ആണെങ്കിൽ 3.2 കിലോമീറ്റർ അല്ലെങ്കിൽ 2 മൈൽസ് ആണ് മിനിമം സർക്ലിംഗ് റേഡിയസ്. നെക്സ്റ്റ് വൺ, പിസ്റ്റൺ എൻജിൻ എയർക്രാഫ്റ്റ് ആണെങ്കിൽ 13 കിലോമീറ്റർ അല്ലെങ്കിൽ 8 മൈൽസ് ആണ് മിനിമം സർക്ലിംഗ് റേഡിയസ്. ജെറ്റ് എൻജിൻ എയർക്രാഫ്റ്റിനാണെങ്കിൽ 80 കിലോമീറ്റർ അല്ലെങ്കിൽ 50 മൈൽസ് ആണ് മിനിമം സർക്ലിംഗ് റേഡിയസ് എന്ന് പറയുന്നത്. The two nearby airports should be separated from each other by an adequate distance so that the aircraft simultaneously landing on them do not interfere with each other. അപ്പോൾ രണ്ട് അടുത്തടുത്തുള്ള എയർപോർട്ട് ഉണ്ടെങ്കിൽ അത് തമ്മിൽ ഒരു അഡിക്വേറ്റ് ആയിട്ടുള്ള ഡിസ്റ്റൻസ് എപ്പോഴും നമ്മൾ കീപ്പ് ചെയ്യണം. ഇല്ലെങ്കിൽ നമ്മുടെ എയർക്രാഫ്റ്റ് ചിലപ്പോൾ ലാൻഡിങ്ങിൻ്റെ ടൈമിലൊക്കെ ഇൻ്റർഫെയർ ചെയ്യാൻ ചാൻസസ് ഉണ്ട്. ഇനി അടുത്തത് നമ്മുടെ ഫിഫ്ത്ത് ഫാക്ടറാണ് സ്പീഡ് ഓഫ് എയർക്രാഫ്റ്റ്. ദിസ് ക്യാൻ ബി ഡിസൈൻഡ് ഇൻ 2 ways സച്ച് ദാറ്റ് ക്രൂയിസിംഗ് സ്പീഡ് ആൻഡ് ഗ്രൗണ്ട് സ്പീഡ്. അപ്പോൾ സ്പീഡ് ഓഫ് എയർക്രാഫ്റ്റ് നമുക്ക് 2 രീതിയിൽ പറയാം, ക്രൂയിസിംഗ് സ്പീഡും ഗ്രൗണ്ട് സ്പീഡും. ക്രൂയിസിംഗ് സ്പീഡ് ഈസ് ദ സ്പീഡ് ഓഫ് എയർക്രാഫ്റ്റ് വിത്ത് റെസ്പെക്ട് ടു ദ ഗ്രൗണ്ട് വെൻ ദ എയർക്രാഫ്റ്റ് ഈസ് ഫ്ലൈയിങ് ഇൻ എയർ അറ്റ് ഇറ്റ്സ് മാക്സിമം സ്പീഡ്. ഇപ്പോൾ ക്രൂയിസിംഗ് സ്പീഡ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു എയർക്രാഫ്റ്റ് അതിൻ്റെ മാക്സിമം സ്പീഡിൽ സ്പേസിലൂടെ ഫ്ലൈ ചെയ്യണമെന്ന് കരുതുക. അത് വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട് വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ സ്പീഡാണ് ക്രൂയിസിംഗ് സ്പീഡ് എന്ന് പറയുന്നത്. എയർ സ്പീഡ് ഈസ് ദ സ്പീഡ് ഓഫ് എയർക്രാഫ്റ്റ് റിലേറ്റീവ് ടു വിൻഡ്. എയർ സ്പീഡ് എന്ന് പറയുന്നത് വിൻഡിനനുസരിച്ചിട്ടുള്ള സ്പീഡിനെയാണ് എയർ സ്പീഡ് എന്ന് പറയുന്നത്. Thus, if the aircraft is flying at a speed of 500 km/h and there is a headwind of 50 km/h, air speed will be 450 km/h. അതായത് ഒരു എയർക്രാഫ്റ്റ് പോകുന്നത് ഇപ്പോൾ 500 km/h അതുപോലെ അതിന് ഓപ്പോസിറ്റായിട്ട് ഒരു വിൻഡ് ഉണ്ട് 50 km/h അവിടുത്തെ നെറ്റ് എയർ സ്പീഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 500 - 50 450 km/h ആയിരിക്കും.
ഇനി നമ്മുടെ ഈ എയർ സ്പീഡിനെ തന്നെയാണ് നമ്മൾ ക്രൂയിസിങ് സ്പീഡെന്നും ഗ്രൗണ്ട് സ്പീഡെന്നും പറയുന്നത്. ക്രൂയിസിങ് സ്പീഡ് അല്ലെങ്കിൽ ഗ്രൗണ്ട് സ്പീഡ് അല്ലെങ്കിൽ എയർ സ്പീഡ്. ഇനി അടുത്ത ഫാക്ടറാണ് എയർക്രാഫ്റ്റ് കപ്പാസിറ്റി. The number of passengers, baggage, cargo and fuel that can be accommodated in the aircraft depends upon the capacity of aircraft. അപ്പോൾ ഒരു എയർക്രാഫ്റ്റിൽ എത്രത്തോളം ലോഡ് കൊടുക്കാൻ പറ്റും, അതായത് ബാഗേജ്, ലഗേജിൻ്റെ ലോഡ്, പാസഞ്ചേഴ്സിൻ്റെ ലോഡ്, കാർഗോ എല്ലാം കൂടി എത്ര ലോഡ് അതിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും എന്ന് നമ്മൾ പറയുന്നത് എയർക്രാഫ്റ്റിൻ്റെ കപ്പാസിറ്റിയെ ബേസ് ചെയ്തിട്ടാണ്. The capacity of aircraft using an airport have an important effect on the capacity of runway systems as well as that of passenger processing terminal facilities. അതായത് ആ എയർക്രാഫ്റ്റിൻ്റെ കപ്പാസിറ്റി തന്നെയാണ്. ദ കപ്പാസിറ്റി ഓഫ് എയർക്രാഫ്റ്റ് എന്തിനൊക്കെ എഫക്റ്റ് ചെയ്യും? കപ്പാസിറ്റി ഓഫ് റൺവേയും അഫക്റ്റ് ചെയ്യും, അതുപോലെ പാസഞ്ചർ പ്രോസസ്സിംഗ് ടെർമിനൽ ഫെസിലിറ്റിയെയും അഫക്റ്റ് ചെയ്യും. അപ്പോൾ കപ്പാസിറ്റി കൂടിയ എയർക്രാഫ്റ്റാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള റൺവേ വേണം, അതിനനുസരിച്ചിട്ടുള്ള ടെർമിനൽ ഫെസിലിറ്റീസും പ്രൊവൈഡ് ചെയ്യണം. ഇനി അടുത്ത് 7ാമത്തെ ഫാക്ടറാണ് വെയ്റ്റ് ഓഫ് എയർക്രാഫ്റ്റ് ആൻഡ് വീൽ കോൺഫിഗറേഷൻ. Weight of aircraft is directly influence the length of the runway as well as the structural requirements. അപ്പോൾ വെയ്റ്റ് ഓഫ് എയർക്രാഫ്റ്റ് എന്തിനെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യും? റൺവേയുടെ ലെങ്തിനെയും ഇൻഫ്ലുവൻസ് ചെയ്യും, അതുപോലെ സ്ട്രക്ചറൽ റിക്വയർമെൻറ്റ്സിനെയും ഇൻഫ്ലുവൻസ് ചെയ്യും. ദാറ്റ് ഈസ് ദ തിക്നെസ് ഓഫ് റൺവേ, ടാക്സിവേ, എപ്രോൺ ആൻഡ് ഹാങ്കേഴ്സ്. അപ്പോൾ ഈ സ്ട്രക്ചറൽ റിക്വയർമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? റൺവേയുടെ തിക്നെസ്, അതുപോലെ ടാക്സിവേയുടെ മെഷർമെൻറ്റ്സ്, എപ്രോണ്, ഹാങ്കേഴ്സ്, ഇതിൻ്റെയൊക്കെ ഡിസൈനിനെ വെയ്റ്റ് ഓഫ് എയർക്രാഫ്റ്റ് ഇൻഫ്ലുവൻസ് ചെയ്യും. It depends not only on the weight of passengers' baggage, cargo and fuel it is carrying and its structural weight, but also the fuel which is continuously decreasing during the course of flight. അതായത് എയർക്രാഫ്റ്റിൻ്റെ സെൽഫ് വെയ്റ്റ്, അതുപോലെ അതിലുള്ള പാസഞ്ചേഴ്സിൻ്റെ വെയ്റ്റ്, ബാഗേജിൻ്റെ വെയ്റ്റ്, അതിലുള്ള ഫ്യൂവലിൻ്റെ വെയ്റ്റ്, ഇത് മാത്രമല്ല അത് സഞ്ചരിക്കുന്ന സമയത്ത് എത്രത്തോളം ഫ്യൂവൽ ലോസ് ആവുന്നുണ്ടോ, അതായത് എത്രത്തോളം ഫ്യൂവൽ ബേൺ ചെയ്ത് ഡിക്രീസ് ആവുന്നുണ്ടോ അതിനെയും നമ്മുടെ വെയ്റ്റ് ഓഫ് എയർക്രാഫ്റ്റ് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്ത് നമ്മുടെ 8ാമത്തെ ഫാക്ടറാണ് ജെറ്റ് ബ്ലാസ്റ്റ്. At relatively high velocities, the aircraft eject hot exhaust gases. The velocity of jet blast may be as high as 300 km/h. അതായത് ഹൈ വെലോസിറ്റി അല്ലെങ്കിൽ ഹൈ സ്പീഡിലാണ് നമ്മുടെ എയർക്രാഫ്റ്റ് പോകുന്നതെങ്കിൽ അതിൽ നിന്നുള്ള ഹോട്ടായിട്ടുള്ള ഗ്യാസസ് എമിറ്റ് ചെയ്യും. ഓക്കെ, അതിനെയാണ് നമ്മൾ ജെറ്റ് ബ്ലാസ്റ്റ് എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ വെലോസിറ്റി എത്ര വരെ ആവാം? 300 km/h വരെ അതിൻ്റെ വെലോസിറ്റി വേരി ചെയ്യാം. The high velocity causes inconvenience to the passengers traveling in the aircraft. ഇനി ഹൈ വെലോസിറ്റിയിലാണ് ജെറ്റ് ബ്ലാസ്റ്റ് പോകുന്നതെങ്കിൽ അത് പാസഞ്ചേഴ്സിന് ഇൻകൺവീനിയൻസ് ഉണ്ടാക്കും. Several types of jet blast deflector are available to serve as an effective measure for diverting the smoke ejected by the engine to avoid the inconvenience to passengers. അപ്പോൾ നമ്മൾ പറഞ്ഞു ജെറ്റ് ബ്ലാസ്റ്റ് ഹൈ വെലോസിറ്റിയിലാണ് എമിറ്റ് ചെയ്യുന്നതെങ്കിൽ പാസഞ്ചേഴ്സിന് ഇൻകൺവീനിയൻസ് ഉണ്ടാവും. അങ്ങനെ പാസഞ്ചേഴ്സിന് ഇൻകൺവീനിയൻസ് തോന്നാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ചെയ്യുന്നത്? ജെറ്റ് ബ്ലാസ്റ്റ് ഡിഫ്ലക്റ്റേഴ്സ് യൂസ് ചെയ്യും. ജെറ്റ് ബ്ലാസ്റ്റ് ഡിഫ്ലക്റ്റേഴ്സ് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എൻജിനിൽ നിന്ന് വരുന്നുള്ള സ്മോക്കെല്ലാം ഡിഫ്ലക്റ്റ് ചെയ്ത് പോകും, വേറൊരു ഡയറക്ഷനിലേക്ക് ഡിഫ്ലക്റ്റ് ചെയ്ത് പോകും. അതുവഴി പാസഞ്ചേഴ്സിനുള്ള ഇൻകൺവീനിയൻസ് നമുക്ക് അവോയ്ഡ് ചെയ്യാം. The effects of the jet blast should also be considered for determining the position, size and location of gates. അപ്പോൾ ഈ ജെറ്റ് ബ്ലാസ്റ്റിൻ്റെ എജക്ഷൻ അല്ലെങ്കിൽ അതിൻ്റെ എഫക്റ്റ് നമ്മൾ ഗേറ്റിൻ്റെ സൈസ്, പൊസിഷൻ, ലൊക്കേഷനൊക്കെ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കണം. ഇനി നമുക്ക് 9ാമത്തെ ഫാക്ടർ നോക്കാം, ഫ്യൂവൽ സ്പില്ലേജ്. At loading aprons and hangers, it is difficult to avoid spillage completely, but effort should be made to bring it within minimum limit. അപ്പോൾ ഫ്യൂവൽ സ്പില്ലേജ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ലോഡിങ് അപ്രോൺസിൽ അല്ലെങ്കിൽ ഹാങ്കേഴ്സിൽ നമുക്ക് ഈ സ്പില്ലേജ് അവോയ്ഡ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷേ നമ്മളത് എപ്പോഴും ഒരു മിനിമം വാല്യൂവിലായിരിക്കും
എത്തിക്കാൻ ശ്രമിക്കുന്നത്. ദ ബിറ്റുമിനസ് പേയ്മെൻറ്റ്സ് ആർ സീരിയസ്ലി അഫക്റ്റഡ് ബൈ ദ ഫ്യൂവൽ സ്പില്ലേജ്. അപ്പോൾ ഈ ഫ്യൂവൽ സ്പില്ലേജ് സംഭവിക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ബിറ്റുമിനസ് പേയ്മെൻറ്റ്സിനെയാണ് അത് കൂടുതലും അഫക്റ്റ് ചെയ്യുന്നത്. അത് ഫ്യൂവൽ എപ്പോഴും ഇങ്ങനെ സ്പില്ല് ചെയ്ത് വീണുകൊണ്ടിരിക്കുമ്പോൾ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള പേയ്മെൻറ്റ്സ് ആണെങ്കിൽ അതിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ സംഭവിക്കാം. It is essential that the areas of bituminous payments under the fueling inlets and the engines and main landing gears are kept under constant supervision by airport authorities. അതുകൊണ്ട് തന്നെ ഈ ഫ്യൂവൽ സ്പില്ലേജ് സംഭവിക്കുന്ന സ്ഥലങ്ങൾ അത് ഏതൊക്കെയാണ്? ഫ്യൂവലിംഗ് ഇൻലെറ്റ്, അതുപോലെ എൻജിൻസ്, പിന്നെ മെയിൻ ലാൻഡിംഗ് ഗിയേഴ്സ്, ഇതൊക്കെ എപ്പോഴും എയർപോർട്ട് അതോറിറ്റീസിൻ്റെ സൂപ്പർവിഷനിൽ ആയിരിക്കും. ഓക്കെ, അതാണ് ഫ്യൂവൽ സ്പില്ലേജിനെ പറ്റിയിട്ട് പറയാനുള്ളത്. അപ്പോൾ സ്പില്ലേജ് നമുക്ക് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മളൊരു മിനിമം വാല്യൂവിൽ അതിനെ നിർത്താനായിട്ട് എപ്പോഴും ശ്രമിക്കും. ഇനി അത് വീണാൽ ഫ്യൂവൽ സ്പില്ലേജ് സംഭവിച്ചാൽ ബിറ്റുമിനസ് പേയ്മെൻറ്റിനെയാണ് അത് അഡ്വേഴ്സ് ആയിട്ട് അഫക്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എപ്പോഴും ബിറ്റുമിനസ് പേയ്മെൻറ്റ്സും അതുപോലെ ഫ്യൂവലിംഗ് ഇൻലെറ്റും ഒക്കെ എപ്പോഴും അതോറിറ്റീസിൻ്റെ ഒരു സൂപ്പർവിഷനിലായിരിക്കും ഉണ്ടായിരിക്കുക. ഇനി നമ്മുടെ അടുത്ത ഫാക്ടറാണ് നോയ്സ്. ലാസ്റ്റ് ഫാക്ടറാണ് 10ാമത്തത് നോയ്സ്. നോയ്സ് ജനറേറ്റഡ് ബൈ എയർക്രാഫ്റ്റ് ക്രിയേറ്റ് പ്രോബ്ലംസ് ഇൻ മേക്കിംഗ് ഡിസിഷൻസ് ഓർ ലേഔട്ട് ആൻഡ് കപ്പാസിറ്റി. അപ്പോൾ നോയ്സ്, എയർക്രാഫ്റ്റിൽ നിന്ന് നോയ്സ് ഉണ്ടാകുമ്പോൾ എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ടാവും? ഇറ്റ് മേക്കിംഗ് ഡിസിഷൻസ് ഓൺ ലേഔട്ട് ആൻഡ് കപ്പാസിറ്റി. ലേഔട്ടിലും കപ്പാസിറ്റിയിലും ഈ നോയ്സ് കാരണം പ്രശ്നങ്ങളുണ്ടാവും. The correct assessment of future noise patterns to minimize the effect of surrounding communities, it is essential to optimal layout of runways. അതായത് ഈ നോയ്സ് കാരണം നമ്മുടെ സറൗണ്ടിങ് കമ്മ്യൂണിറ്റീസിലൊക്കെ ഒത്തിരി, അത് നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തതാണ്. അടുത്ത് സ്കൂളൊക്കെ ഉണ്ടെങ്കിൽ ഈ എയർപോർട്ടിൽ നിന്നുള്ള നോയ്സസ് ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നാം. അതുകൊണ്ട് തന്നെ നമ്മളൊരു റൺവേ ഡിസൈൻ ചെയ്യുമ്പോൾ എപ്പോഴും ഒരു ഒപ്റ്റിമൽ ലേഔട്ടിൽ, അതായത് നോയ്സ് ഒത്തിരി ഉണ്ടാവാത്ത രീതിയിലാണ് നമ്മളെപ്പോഴും ഡിസൈൻ ചെയ്യാറുള്ളത്. ഓക്കെ, ഇത്രയുമാണ് മെയിനായിട്ട് എയർക്രാഫ്റ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് പറയാനുള്ളത്. നമ്മൾ 10 എണ്ണം പറഞ്ഞു. ടൈപ്പ് ഓഫ് പ്രൊപ്പൽഷൻ, എയർക്രാഫ്റ്റിൻ്റെ സൈസ്, അതുപോലെ മിനിമം ടേണിംഗ് റേഡിയസ് പറഞ്ഞു, മിനിമം സർക്കിളിംഗ് റേഡിയസ് പറഞ്ഞു, സ്പീഡ് ഓഫ് എയർക്രാഫ്റ്റ് പറഞ്ഞു, എയർക്രാഫ്റ്റിൻ്റെ കപ്പാസിറ്റി, അതുപോലെ എയർക്രാഫ്റ്റിൻ്റെ വെയിറ്റ്, ജെറ്റ് ബ്ലാസ്റ്റ് പറഞ്ഞു, പിന്നെ നോയ്സ് പറഞ്ഞു, ഫ്യൂവൽ സ്പില്ലേജ് പറഞ്ഞു. അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.